ആ സൂറത്തുൽ വാഖിയത്തില് അല്ലാഹു സ്വർഗ നിവാസികളെ വിശേഷിച്ചിട്ടോട് ചൊല്ല് ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമ ഇല്ലാ ഖീലൻ സലാമൻ സലാമ. സ്വർഗത്തിൽ പോയ ആൾമാർ സ്വർഗത്തില് ഒരു ബെടക്ക് പലക്കന്തം കേൾക്കാണ്ട് അങ്ങ കേൾക്കുന്നവരുടെ ശബ്ദം ഒന്ന് മാത്രമായിട്ട് അങ്ങ സ്വർഗത്തിൽ കേൾക്കുന്ന പലക്ക ഇല്ല ഖീലൻ സലാമൻ സലാമ. സ്വർഗത്തിലുള്ള ഒരു മന്ത്രം ഇത് മാത്രമായിട്ട് സലാം സലാം ഇത് മാത്രമായിട്ട് സ്വർഗത്തിൽ കേൾക്കടേ ചെന്നിട്ടായിട്ട് ഖുർആൻ ചൊല്ലി. ഖുർആൻ ചൊല്ലിയെങ്കിൽ അതിന് ഇമാമിനെ വ്യാഖ്യാനാക്കാറ് ഇല്ല ഖൗല ബഅ്ദിഹിം ലിബഅ്ദിൻ സലാമൻ സലാമ. എല്ലാവരും പരസ്പര അന്നവും യുഫ്ശൂന സലാം, പരസ്പര കാണുമ്പോൾ സലാം ചൊല്ലുവാറ്. ഫയസല്ലിമൂന സലാമൻ ബഅദ സലാം. അങ്ങ ഒരു സലാമിൽ പിന്നെ അപ്പപ്പ കാണുമ്പോഴത്തേക്കും സലാം സലാം ചൊല്ലേ അസ്സലാമു അലൈക്കും ചൊല്ലേ. ഈ ഒരു പദ യാറെ നിങ്ങൾ സ്വർഗത്തിൽ കേൾക്കോ ചൊന്നിട്ടായിട്ട് പരിശുദ്ധ ഖുർആൻ ചൊല്ലി. വേറെന്തും അവിടിക്കല അവിടെന്തും നഞ്ചി നരക്കമ അല്ലണ്ടായെങ്കില ഡോങ്കിയ അല്ലണ്ടായെങ്കില ദൂരത അതെന്തും സ്വർഗത്തിലേക്കല. സ്വർഗത്തില അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും ചൊല്ലേ യാറത്തെ ശബ്ദം നിങ്ങ അത് കേൾക്കുവാറ് ചൊന്നിട്ടായിട്ട് പരിശുദ്ധ ഖുർആൻ ഞങ്ങളുടെ മുന്നിൽ പഠിപ്പാടിച്ചു. കാരണം എന്താ ചൊന്നെങ്കിൽ സലാം ചൊല്ലത് അത് ഇസ്ലാമുടെ ഏറ്റവും വലിയൊരു നല്ലൊരു സന്ദേശമായിട്ട്, ഏതൊരു ധർമ്മത്തിലില്ലാത്ത ഒരു നല്ലൊരു സന്ദേശമായിട്ട് ഇസ്ലാം ഞങ്ങളെ പഠിപ്പാടുന്നത്. എമ്പിതങ്ങ ചൊല്ലു സലാമുകുള്ള പവർ ചെറിയത്തെ പവറല്ല. ഞങ്ങൾ അസ്സലാമു അലൈക്കും ചൊല്ലിക്കുള്ള പവർ അത് വലിയ പവറായിട്ട് അല അതുല്ലുക്കും അല ഷൈഇൻ ഇദാ ഖാൽതുമുഹു തഹാബബ്തും. എമ്പിതങ്ങ ചൊല്ലു നിങ്ങ പരസ്പര പിർസയാറാവനുകുള്ള ഒരു വിഷയം നിങ്ങൾ പഠിപ്പാട്ടി തരട്ടാച്ചൊന്നും വിധം കേട്ടു. പരസ്പര പിർസ യാറാവനുണ്ടായെങ്കിലേ ഒരു വിഷയം നിങ്ങൾ പഠിപ്പാട്ടി തരട്ടാണ്. അപ്പൊ സുഹാബത്ത് ചൊന്നാറ് ആ നബിയെ നിങ്ങൾ പഠിപ്പാട്ടി തരുണ്ട്. അപ്പൊ നബി തങ്ങൾ ചൊന്നേ അഫ്ശു സലാമ ബൈനക്കും. നിങ്ങ പരസ്പര യാറ സലാം ചൊല്ലണു. അപ്പപ്പ കാണുമ്പോൾ നിങ്ങൾ സലാം ചൊല്ലോറു. സലാം നിങ്ങൾ യാറയാളെ ചൊന്നിട്ടായെങ്കില നിങ്ങളുടെ പിർസപ്പാട് യാറാവും ചൊന്നിട്ടായിട്ട് ഒരു കളവും ചൊല്ലാത്ത നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടി. അപ്പ മക്കളുടെ സലാം ചൊല്ല്. അതേപോലെ മാപ്പിള പിഞ്ഞായിരട്ടിക്ക് സലാം ചൊല്ലു, പിഞ്ഞായി മാപ്പിളക്ക് സലാം ചൊല്ലു. ഇങ്ങനെ എലോണ് മൂത്തോണക്ക് സലാം ചൊല്ലു. ഇങ്ങനെ പരസ്പര കാണുമ്പോ സലാം ചൊല്ല് ആ ഒരു നല്ലൊരു വാക്യ അത് ഞങ്ങളുടെ ഇടയിൽ ക്രിസ്തത്തെ യാറാക്കുന്നത് ചൊന്നിട്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടി. ഇപ്പൊ ക്രിസ്തപ്പാട് കുറയണമെങ്കിലേ മെയിൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ട കൈപിടിച്ച പിരിഞ്ഞ തീർത്ത് ഒരു സലാം ഞങ്ങളെ ബായിൽ വണ്ടില്ല, ഒരു സലാം ഞങ്ങളെ ബായിൽ വന്നോണ്ടില്ല. ഈ ബായിൽ വരാത്തതായിട്ട് ക്രിസ്തപ്പാട് കുറയണമെങ്കിലേ ഒരു കാരണമായിട്ടിരിക്കുന്നത്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു സലാത്തുൻ തുബയ്യിന ലക്കൽ ഉദ് ഫീ സദ്രി അഖീക. മൂന്ന് വിഷയ അത് നിന്റെ ചങ്ങായിയുടെ ഖൽബിൽ പിർസത്ത് യാറാക്കുന്നത് ചൊന്നിട്ടായിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു. മൂന്ന് വിഷയ നിന്റെ ചങ്ങായിയുടെ ഖൽബിൽ പിർസത്ത് യാറാക്കുന്നത് ചൊന്നിട്ടായിട്ട്. ഒന്ന് അൻതബ്ദഅഹു ബിസ്സലാം. കാണുമ്പോ സലാം ചൊല്ലണു. കാണുമ്പോ അസ്സലാമു അലൈക്കും ചൊല്ലണു. കാലി കണ്ടിട്ട് സ്മൈൽ കൊടുത്തിട്ടു നീ പോയെങ്കിൽ മയ്യാവില്ല, സലാം കൊണ്ട് തുടങ്ങണു. അങ്ങനെ സലാം നീ തുടങ്ങിയിട്ടായെങ്കിൽ അത് ക്രിസ്തത്തെ യാറാക്കരുത്. മാത്രല്ല മജ്ലിസ് പുറത്ത വന്നിട്ടാകുമ്പത്തുക ജാഗില്ല ദീപവും ജാഗില്ല ആയെങ്കിലും ഓണെന്താക്കിയ അഡ്ജസ്റ്റ്മെന്റ് ആക്കി ദീപാട്ടിയ ഇതും പിർസ തയ്യാറാക്കൊണ്ട് ചൊന്നിട്ടായിട്ട് ഉമർ ഖത്താബ് ചൊല്ല്. സീറ്റില്ല ജാഗില്ല അത് ഒരു പള്ളിയിലാവട്ടെ അല്ലണ്ടായെങ്കില ബസ്സിലാവട്ടെ. ചില ആൾമാർ ബസ്സിൽ മാത്രം തിരിച്ചുണ്ടായെങ്കില വൃദ്ധത്തങ്ങ കാണുവാറാ ചെന്നിട്ടു പിന്നെ നോക്കൂടെ ഭർത്തിയായിട്ട് നോക്കൂടെ. കാരണം ഉൾഗത്ത് നോക്കിണ്ടായെങ്കിൽ ആൾക്ക് സീറ്റ് വിട്ടു കൊടുക്കണാവൂ, അല്ലണ്ടായെങ്കിൽ ആ കർപ്പുച്ചി പെൻഡിങ് മാറ്റിക്കോറ അങ്ങനെ സീറ്റ് വിട്ടു കൊടുക്കണാവൂ ചെന്നിട്ടു. ഇല്ല ഇപ്പറം നോക്കില്ല, പിന്നെ ഇപ്പറമേ ആയിട്ടിക്കറ് കണ്ടെ ഭർത്തിയായിട്ടിക്കറ്. അതല്ല വേനായ പിർസപ്പാട് യാറാവണ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മജ്ലിസ് ദീക്കുമ്പോ സീറ്റിൽ അഡ്ജസ്റ്റ്മെന്റ് ആക്കി കൊടുത്തു. ഇതും നിങ്ങളുടെ ക്രിസ്ത തയ്യാറാക്കുന്നത് ചൊന്നിട്ടായിട്ട്. അപ്പ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് കൊടുത്ത ദീപാട്ടം പൊത്തുക അവന്റെ കൽബിൽ എന്താവും ക്രിസ്ത വണ്ട് ചൊന്നിട്ടായിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലി. മൂന്നാമത്തേത് ഒരു മനുഷ്യരുടെ
ഏറ്റവും ചന്തത്തെ പേര് നീര് വിളിക്കുമ്പോത്തുക അതും പിർസ തയ്യാറാക്കണ ചൊന്നിട്ടായിട്ടിക്കരുത്. ഒരുത്തരെ ചന്തത്തെ പേര് വിളിക്കണോ, മോണ്ടാ ചൊന്നിട്ടു അവന്റെ ഉൾട്ട പേര് വിളിക്കലല്ല. അല്ലെണ്ടെങ്കിൽ അവന്റെ മേൽപ്പേര് ചൊന്നിട്ട് സാധാരണ അറിയപ്പെട്ടിരുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ഇടയിൽ പിർസത്തെ കുറക്കണ മെയിൻ കാരണം എന്തുകൊണ്ടാ, കിട്ടിയോണ്ട് ഞങ്ങൾ മേൽപ്പേര് വിളിച്ചിട്ടായിട്ടിക്കരുത്. അവന്റെ സമത്തെ പേര് ഞങ്ങൾ വിളിക്കല. ഒരു ബംഗാര അല്ലെണ്ടെങ്കിൽ ചന്തത്തെ പേരോട് വിളിക്കരുത്. ആ ചന്തത്തെ പേര് സാധാരണ ഇംഗ്ലീഷിൽ ഒരു വേർഡുണ്ട്, പ്ലീസ് യുവർ സ്ട്രീറ്റ് നെയിം പ്ലീസ് ചൊന്നിട്ടായിട്ടിക്കരുത്. നിന്റെ ചന്തത്തെ പേരെന്തിരി ചൊന്നിട്ടായിട്ടിക്കരുത്. അതിനർത്ഥം സ്ട്രീറ്റ് നെയിം ചൊന്നിട്ടുണ്ടെങ്കിൽ നിന്റെ പേരെന്തിരി ചൊന്നിട്ടായിട്ടിക്കരുത്. കേൾക്കുമ്പോത്തുക അവർ ചന്തത്തെ പലക്കത്തിലായിട്ടിക്കരുത് കേൾക്കരുത്. അതേപോലെ ആയിട്ടിക്കരുത്. ഒരുത്തരെ വിളിക്കുമ്പോത്തുക ചന്തത്തെ പേര് വിളിക്കണോ, അവന്റെ മേൽപ്പേര് വിളിക്കോത്തീരാ, അതൊരിക്കലും ഇസ്ലാം എന്താവില്ല, അതിക്ക് സമ്മത്ത് തന്നില്ല. അപ്പൊ പേര് ചന്തത്തെ പേര് ഞങ്ങൾ വിളിക്കുമ്പോത്തുക ഇതും പിർസത്തെ യാറാക്കടു ചൊന്നിട്ടായിട്ടിക്കരുത്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ ആ പിർസത്തെ യാറാക്കട പിന്നൊന്നായിട്ടിക്കരുത്. കാണുമ്പോത്തുക നിങ്ങ പരസ്പര ഷേക്ക് ഹാൻഡ് ആക്കരുത്, മുസാഫാത്ത് ആക്കരുത്. ഇതും പരസ്പര പിർസത്തെ യാറാക്കടു ചൊന്നിട്ടായിട്ടിക്കരുത്. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പോലെയുള്ള താബിഈ പണ്ഡിതനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പഠിപ്പാട്ടു. മാത്രല്ല സലാം അസ്സലാം അസ്സലാം ചൊല്ലത് ഇത് അള്ളാഹുടെ ഒരു പേരായിട്ടിക്കരുത്. അത് ഒരു പേര് മാത്രല്ല, അത് ദുആഉം ബിൽ അംനി മിൻ കുല്ലി മാ യുഖാഫു ഫിദ് ദുനിയ വൽ ആഖിറ. അതൊരു ദുആവും കൂടിയായിട്ടിക്കരുത്. ഞങ്ങൾ അസ്സലാമു അലൈക്കും ചൊല്ലുമ്പോഴത്തേക്കും അതൊരു ദുആ ആയിട്ടിക്കരുത്. അവനുക്ക് ഞങ്ങൾ അള്ളാഹു നിന്റെ കാക്കട്ട്, അള്ളാഹു നിന്റെ സലാമത്ത് നൽകട്ട് ചൊല്ലേ ഒരു ദുആവും കൂടിയായിട്ടിക്കരുത്. ചൊല്ലതായിട്ടിക്കരുത്. ഞങ്ങൾ മറക്കണ കുത്തിയറാം. അസ്സലാമു ചൊല്ലത് അത് അള്ളാഹുടെ പേര് വിട്ടുക ഞങ്ങൾ ദുആർക്കിട ഒരു ദുആവും കൂടിയായിട്ടിക്കരുത് ചൊന്നിട്ടായിട്ടിക്കരുത്. പരിശുദ്ധ ഇസ്ലാം ഞങ്ങളെ മുന്നൊരു പഠിപ്പാട്ടു. മാത്രല്ല ഈ അസ്സലാമു അലൈക്കും ചൊല്ലത് പണ്ടേ മലായിക്കത്ത് ആദം നബി അലൈഹി ഇസ്ലാം ചൊന്നറാറ്. ആദം നബി അലൈഹി ഇസ്ലാത്തിന്റെ ആദത്താക്കി ഇണ്ടുതോറും അത് നടപ്പിലായ ഒരു വിഷയമായിട്ടിക്കരുത്. ഇന്നലെ തുടങ്ങിയതല്ല ഈ അസ്സലാമു അലൈക്കും ചൊല്ലത്. പണ്ട് മലായിക്കത്ത് ആദം നബി അലൈഹി ഇസ്ലാം ചൊന്നാറ്. ആദം നബി അലൈഹി ഇസ്ലാം തന്റെ മക്കളെ പഠിപ്പാടിച്ച് അങ്ങനെ കാലക്രമേണ ഇങ്ങനെ അത് വന്നതായിട്ടിക്കരുത്. സലാമു ചൊല്ലതും ചരിത്ര ഞങ്ങളെ മുന്നോട്ട് പഠിപ്പാട്ടു. മാത്രല്ല അതിന്റെ പവറ് ചൊമ്മ വലിയ പവറായിട്ടിക്കരുത്. സലാം ചൊല്ലുണ്ടായെങ്കിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു സ്വർഗത്തില് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഒർക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചൊല്ലുന്നു, അല ഉഹദ്ദിസുകും ബിറഫിൽ ജന്ന. അല്ല സ്വഹാബത്തെ, നിങ്ങൾക്ക് നാണ് സ്വർഗത്തെ ഒരു റൂം, സ്വർഗത്തെ ഒരു ചന്തത്തെ റൂമിന്റെ വിഷയ നാനിങ്ങനെ എക്സ്പ്ലെയിൻ ആക്കി തരട്ടാ ചൊന്നിട്ടു നബി തങ്ങ സ്വഹാബത്തിലേക്ക് എടുത്ത് ആ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ എടുത്ത്. അപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹു നബിയെ ചൊല്ലോറു ചൊല്ലുന്നു. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, ഇന്ന ഫിൽ ജന്നത്തി ഖുറഫൻ, ഇന്ന ഫിൽ ജന്നത്തി ഖുറഫൻ മിൻ അസ്നാഫിൽ ജൗഹരി കുല്ലഹു. സ്വർഗത്തില് ഒരു റൂമുണ്ട്. അതെങ്ങനെയാ ചെന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായ ജൗഹർ ചെന്നിട്ടുണ്ടെങ്കിൽ മുത്തുറത്നായിട്ടിക്കര് ആ റൂം ചെന്നിട്ടുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു റൂം സ്വർഗത്തിലുണ്ട്. അത് ഉൾഗ നിന്നുണ്ടെങ്കിൽ പുറത്തിൽ നിന്നുണ്ടെങ്കിൽ ഉൾഗ കാണ്ട് അത്രയും നിഅമത്ത് നിറഞ്ഞ ഒരു ജാഗയായിട്ടിക്കര് സ്വർഗത്തിലുള്ള ഒരു റൂമും. എന്നിട്ട് നബി തങ്ങൾ ചൊല്ലേ, മാല ഐനുൻ റാസ്, ഒരു കണ്ണും അത് ഇത്രത്തോളം കാണാത്തതായിട്ടിക്കര് ആ റൂമിൽ കാണ്ട്, ഒരു കാതും ഇത്രത്തോളം കേട്ടിട്ടിക്കല അതിലുള്ള സ്പെഷ്യാലിറ്റി എന്തെങ്കിലും. അതേപോലെ ഒരു മനുഷ്യരുടെ കൽബിന് പോലും ഉദിക്കാത്തതായിട്ടിക്കര് ആ റൂമില് അള്ളാഹു താല സൗകര്യമാക്കി കൊടുത്തിട്ടുള്ളേ ചെന്നിട്ടും ഇങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പ ജാബിർ റളിയല്ലാഹു അൻഹു കേട്ട്, യാ റസൂലുള്ളാഹ് വലിമൻ ഹാദിഹിൽ ഖുറഫ്, നബിയെ അത്രയും നല്ല ഗസ്റ്റ് ഹൗസ് ചെന്ന് ചൊല്ലാം, അത്രയും ചന്തത്തെ റൂമു, അത്രയും മുത്തും രത്നവും അതേപോലെ ബംഗാരും നിറഞ്ഞ് ആ റൂമു അത് ആർക്ക് അള്ളാഹു കൊടുക്കരേ, ആ ഒരു സ്പെഷ്യാലിറ്റി അള്ളാഹു പിന്നെ സ്വർഗത്തെ റൂം അത് ആര് കൊടുക്കരേ ചെന്നിട്ട് ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും അപ്പ നബി തങ്ങ 2-3 ആളെ പേരെടുത്ത് ചൊന്നു. ലിമൻ അബ്സലാം, ഒന്ന് ചൊന്നേ യാർ സലാം ആറ് ചൊല്ലാണ് അവൻകുള്ള റൂമായിട്ടിക്കരുത്. യാർ സലാം ചൊല്ല കാണുമ്പത്തു സലാം ചൊല്ലാം ഓണുകായിട്ടിക്കര് ഒന്നാമത്തെ അവനുക്കും. രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു, രണ്ടാമത്തെ നബി തങ്ങൾ ചൊന്നു ആര് പാപത്തവനും പൈച്ചവനും ಬಂದಿണ്ടെങ്കിൽ അവനക്ക് ആഹാര കൊടുക്കറാണ, പാപത്തവനക്ക് ആഹാര കൊടുത്ത് സഹായിക്കറാണ ഓണുകായിട്ടിക്കര് നബി തങ്ങൾ ചൊന്നു. അതാം റമദാന്റെ നോമ്പവന് കൂടല, അതേപോലെ നോമ്പിടെ അവന് ജാഗ്രത ആക്കിയിട്ട് അവൻ നോമ്പിടിക്കുക ഓണുകും. മാത്രല്ല എല്ലാ ആൾമാരും കിടന്നുറങ്ങണ്ടിക്കുമ്പോഴത്തേക്കു ജാവണിച്ചിട്ട് തഹജ്ജുദ് നിസ്കരിക്കറ, ഇബാദത്ത് എടുക്കറ.
ഇങ്ങനത്തെ അവനക്ക് അള്ളാഹു വെച്ചത് ചൊന്നിട്ട് ഇങ്ങനെ ചൊല്ലുമ്പോഴത്തേക്കും അപ്പ ജാബിർ അള്ളാഹു ചൊല്ലേ നാണ് കേട്ട നബിയെ ഒമൈ യുതീഖു ദാലിക് ഇതെല്ലാം ഓർത്തക്ക് സാധ്യാവ നബിയെ ഇതെല്ലാം ഓർത്തക്ക് സാധ്യാവ എന്ന് കേൾക്കുമ്പോഴത്തുക അപ്പനെ വിധങ്ങൾ ചൊന്തു നന്റെ ഉമ്മത്തിಗೆಂದು അത് കഷ്ടാവല നന്റെ സമുദായത്തെ ആൾമാർക്ക് അത് കഷ്ടാവല ചൊന്നിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്തു മൻ ലഖിയ അഖാഹു ഫസല്ലമ അലൈഹി ഔ റദ്ദഹു അലൈഹി ഫഖദ് അഫ്ശ സലാം. ഒരു ചങ്ങായിയുടെ മാത്രത്തെ കണ്ടുണ്ടായെങ്കിലും ആ ചങ്ങായികൾക്ക് സലാം ചൊന്ന അല്ലണ്ടായെങ്കിൽ ആ സലാം ചൊന്നതിനെ മടക്കിയ എന്നുണ്ടായെങ്കിലും ഈ സ്വർഗത്തെ ആ റൂം അള്ളാഹു കൊടുക്കുക ചെന്നിട്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചങ്ങായിയുടെ കാണുമ്പോൾ സലാം ചൊന്ന അല്ല സലാം ചൊന്നതിനെ മടക്കിയ അതായിട്ട് അങ്ങനാക്കി അവനക്കായിട്ട് ആ റൂം അള്ളാഹു കൊടുക്കര്. എന്നിട്ട് മാത്രല്ല ഒരാള് അവന്റെ പെഞ്ഞായ്മക്ക് ആഹാരത്തിന് പാട്ടിയ അവന്റെ അപ്പമ്മക്ക് നല്ല ആഹാരം കൊണ്ടുപോയിട്ട് ഇതിന് പാട്ടിയ ഹലാലായിട്ട് ഹറാമായത് ഇതിന് പാട്ടില്ല എന്നുണ്ടായെങ്കിലും അള്ളാഹു ആ റൂമിടെ കൊടുക്കറാ ചെന്നിട്ടായിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു. എന്നിട്ട് പിന്നെ നബി തങ്ങൾ ചൊല്ലുന്നു ഒമൻ സ്വല്ലൽ ഇശാ അൽ ആഖിറ ഉർത്തമാതു ഇശാ നിസ്കാരവും സുബൈ നിസ്കാരവും ജമാഅത്തോട് കൂടെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവനുക്കും ഈ ഇത് കിട്ടു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സുബൈ നിസ്കാരവും അതേപോലെ ഇശാ നിസ്കാരവും പുറത്ത് ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ടുണ്ടെങ്കിലും അവൻ ജാവിഡീ നിസ്കരിച്ച കൂലിയായിട്ട് അള്ളാഹു കൊടുക്കേ അവനുക്കും ഈ റൂം അള്ളാഹു കൊടുക്കൂ ചെന്നിട്ടായിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹു സംഭവമായിട്ട് ഇമാമിങ്ങ അങ്ങനെ കിതാബിലു രേഖപ്പെടുത്തി വയ്ക്കാറ്. ആയ കാരണത്തില് സലാമുകു ചെറിയ മഹത്വമല്ല, വലിയ മഹത്വമായിട്ട് അതുക്കുള്ള ബാക്കിയുള്ള അത് സംബന്ധമായിട്ടുള്ള ബാക്കിയുള്ള വിഷയം ഞാൻ ആലോചിക്കുള്ള ചില ആൾമാർ ആരാധിക്കുന്നു കണ്ടതാത്തുക സലാം സുന്ദരമായി എന്തിനു സുന്ദരമായി ചെന്നിട്ടും കൊണ്ടാവില്ല. അങ്ങനത്തെ കുറെ ആൾമാർ എന്തിനു പേടിപാട്ടിയ പോലെ ആയിട്ട് ഇങ്ങനെ ചൊല്ലുണ്ട്. ഇതിലൊരു കാര്യമോ ഇല്ല, ഒരു ഉപകാരവും ഇല്ല, അതിന് മടക്കൊന്നും ഇല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും ചൊല്ലെ ആ സ്പഷ്ടമായ ആ ഒരു വാക്യം കേൾക്കണം. എന്നുണ്ടെങ്കിൽ മാത്രം അതിക്ക് മടക്കൊണു നിർബന്ധമായിട്ട് പണ്ട് ഇല്ലണ്ടെങ്കിൽ ഇതിക്ക് മടക്കൊണുണ്ടില്ല. അപ്പൊ യാറത്തെ ആൾമാരെ സലാമും ചന്തല്ലാത്ത ഒരു സലാമായിട്ട് എന്തോ ഒരു നേർച്ച വീട്ടിയ പോലെ ആയിട്ട് അപ്പൊ അത് ചൊല്ലാണ്ട് ചൊല്ലുമ്പത്തുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ചൊല്ലും. ആ ഒരു സ്പഷ്ടമായിട്ടുള്ള അള്ളാഹുടെ ആ ഒരു സലാം, ആ ഒരു സലാമത്തിനൊരു പളക്ക സ്പഷ്ടമായിട്ടും ഞങ്ങൾ ചൊല്ലുക. അത് കാരണത്തിൽ അള്ളാഹു താല ആ സലാമ ചെന്നവന് കിട്ടിയ വലിയൊരു കൂലി അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.